റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. എസ്എൻസി ലാവലിനെതിരായ കള്ളപ്പണ ഇടപാട് കേസിൽ മറുപടി നൽകാതെ ഇഡി. സമൻസ് ചോദ്യം ചെയ്ത് 2021 ലാവലിൻ കമ്പനി നൽകിയ ഹർജിയിൽ 4.5 വർഷമായിട്ടും ഇഡി മറുപടി നൽകിയിട്ടില്ല. 3 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നായിരുന്നു 2021 ഏപ്രിലിൽ ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. ലാവലിൻ കേസ് സുപ്രീം കോടതി മാറ്റിവെച്ചത് 37 തവണയാണ്. ശ്യാം ദേവരാജും പി ആർ സുനിലും ചേരുന്നുണ്ട്. ശ്യാം, വെരി ഗുഡ് മോർണിംഗ് ശ്യാം. വൺസ് അഗെയിൻ സുനിൽ, വൺസ് അഗെയിൻ വെരി ഗുഡ് മോർണിംഗ്. ഈ കേസിൽ 2017 ഹൈക്കോടതി CBI കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ട് പിണറായി വിജയൻ 2 വർഷക്കാലം മാത്രമേ കേരളത്തിന്റെ വൈദ്യുതി മന്ത്രി ആയിരുന്നുള്ളൂവെന്നും ഈ കാലയളവിലല്ല ലാവലിൻ ഇടപാട് നടന്നതെന്നും അതുകൊണ്ട് പ്രതിയെ ചേർക്കാനാവില്ലെന്നും പറഞ്ഞ് പൂർണ്ണമായും വിട്ടയക്കുകയായിരുന്നു. 2017 ഹൈക്കോടതി അത് ശരിവെച്ചുകൊണ്ട് അത് വിട്ടയച്ചു. എന്നാൽ അതിനുശേഷം CBI പിന്നീട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നു. സുപ്രീം കോടതിയിൽ കഴിഞ്ഞ 37-38 തവണയായി CBI ഈ കേസ് വിളിക്കുന്ന സമയത്തൊന്നും ഹാജരാകാതെ ഒളിച്ചു കളിക്കുന്നു. ആ കേസിൽ ഒരു പുതിയ തെളിവ് ഈ നിമിഷം വരെയും ഹാജരാക്കാൻ CBIക്ക് സാധിച്ചിട്ടില്ല. ഇതിനിടയിലാണ് ക്രൈം നന്ദകുമാർ 2006 കൊടുത്തൊരു കേസിൽ 2021 ECIR ഇട്ടുകൊണ്ട് ED രംഗത്ത് വരുന്നത്. പക്ഷേ അതിൽ ഒരു വിവരവും ED ശേഖരിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചില മൊഴികൾ അല്ലാതെ, അത്ര വിശ്വാസയോഗ്യമല്ലാത്ത മൊഴികളല്ലാതെ ഈ കേസിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ED എന്തുകൊണ്ടാണ് ഈ ഒളിച്ചുകളി തുടരുന്നത്? ശ്യാം, ഇതിൽ പല കാര്യങ്ങളുണ്ട് ഡോക്ടർ അരുൺ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ SNC ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട അത് CBI രജിസ്റ്റർ ചെയ്ത കേസിന്റെ കള്ളപ്പണ ഇടപാട് കേസാണ് ED അന്വേഷിക്കുന്നത്. അതിൽ ലാവലിൻ കമ്പനിക്ക് 2021 ഒരു സമൻസ് നൽകിയിരുന്നു. SNC ലാവലിൻ കമ്പനിക്ക് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സമൻസ് നൽകിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത് ഈ സമൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് SNC ലാവലിൻ 2021 ഏപ്രിൽ മാസം 21 ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയത്. 2 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഏപ്രിൽ 23, 2021 ഏപ്രിൽ 21 അത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരികയാണ്. ജസ്റ്റിസ് അന്നത്തെ സിംഗിൾ ബെഞ്ച് അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് ഹരിപാൽ അധ്യക്ഷനായി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്കാണ് ആ ഹർജി വരുന്നത്. ഒരു ഹർജി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ എതിർകക്ഷികളോട് വിശദീകരണം തേടും. അന്ന് ഹൈക്കോടതി 3 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് നിർദ്ദേശം നൽകി. എന്നാൽ ആ 3 ആഴ്ച എന്നത് കഴിഞ്ഞു. പല 3 ആഴ്ചകൾ കഴിഞ്ഞു, 3 മാസങ്ങൾ കഴിഞ്ഞു, 3 വർഷങ്ങൾ കഴിഞ്ഞു. ഏതാണ്ട് 4.5 വർഷം പിന്നിട്ടിട്ടും അതിൽ ഇതുവരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു മറുപടിയും നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് SNC ലാവലിന്റെ കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് അതിൽ SNC ലാവലിന് അയച്ച സമൻസ് ചോദ്യം ചെയ്ത് SNC ലാവലിന് ഹൈക്കോടതി നൽകിയ ഹർജിയിലാണ് ഇതുവരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറുപടി നൽകാത്തത്. ഇതിന്റെ കേസ് ഇപ്പോൾ CBI രജിസ്റ്റർ ചെയ്ത കേസ് സുപ്രീം കോടതിയിലാണ്. അത് നമുക്കറിയാം. ആ കേസിൽ പല ഘട്ടങ്ങളിലായി CBI തന്നെ ഈ കേസ് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പല ഘട്ടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. അതുപോലെ അവിടെ CBIക്ക് എന്തുകൊണ്ട് മറുപടി നൽകാൻ കഴിയുന്നില്ല? അതുപോലെ ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറുപടി നൽകാതിരിക്കുകയാണ്. ഒരുപക്ഷെ അത് കേസ് നീട്ടിവെക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താലോ അല്ലെങ്കിൽ തെളിവില്ലാത്തത് കൊണ്ടോ ഒക്കെ ആവാം. കള്ളപ്പണ ഇടപാടിന് തെളിവില്ലാത്തത് കൊണ്ടോ ഒക്കെ ആവാം. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2021 ഏപ്രിൽ മാസം 23 ശേഷം ഇന്നേ വരെ ഒരു മറുപടിയും നൽകിയിട്ടില്ല എന്നതാണ് ആ കേസിലെ യാഥാർത്ഥ്യം. ഈ കേസിലെ പ്രതിപ്പട്ടികയിലാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നത്. ആദ്യം തിരുവനന്തപുരത്തെ പ്രത്യേക CBI കോടതി ഇതിന്റെ കുറ്റപത്രം വിഭജിച്ചു. SNC ലാവലിനെയും അതിന്റെ വൈസ് പ്രസിഡന്റ് ക്ലോസ് ടണ്ടലിനെയും ഒരു പ്രതിപട്ടികയിലും മറ്റൊന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ മറ്റൊരു പ്രതിപട്ടികയിലും ഉൾപ്പെടുത്തുകയും പിന്നീട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ വിടുതൽ ഹർജി തിരുവനന്തപുരത്തെ പ്രത്യേക വിചാരണ കോടതി അംഗീകരിക്കുകയുമായിരുന്നു. അതിനെതിരെ നൽകിയ അപ്പീലാണ് ഹൈക്കോടതി ശരിവെച്ചത്. തുടർന്നാണ് CBI സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ ഹർജിയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. സുനിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനിൽ, ഇപ്പോൾ ലാവലിൻ കേസ് വീണ്ടും ചർച്ചാ വിഷയമാകുന്നത് മുഖ്യമന്ത്രിയുടെ മകന് ED 2023 അയച്ച ഒരു സമൻസ്, ഒരു നോട്ടീസ്, അത് ചില മാധ്യമങ്ങൾ വാർത്തയാക്കിയതിനെ തുടർന്നാണ്. അങ്ങനെയൊരു സമൻസ് തങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എന്ന് ഇന്നലെ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോഴാണ് ഈ കേസിന്റെ പശ്ചാത്തലത്തിലേക്ക് പോയാൽ ഈ കേസിൽ ഈ CBIയും EDയും തുടരുന്ന കള്ളക്കളികൾ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട്. ഈ കേസ് 2017 ഹൈക്കോടതി തീർപ്പാക്കിയതാണ്.
അതിൽ മുഖ്യമന്ത്രി അന്ന് KCB മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ആ കേസുമായി ഒരു ബന്ധവുമില്ലെന്നും ആ ഇടപാടുകളുടെ ഉത്തരവാദി പിണറായി വിജയനല്ല എന്നും വിധിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് അന്ന് പ്രതികളെ എല്ലാവരെയും, ചില പ്രതികളെ, അതായത് രാഷ്ട്രീയ സ്വാധീനമുള്ള കേസാണ് എന്നുള്ള ആരോപണം തള്ളിക്കൊണ്ട് ഹൈക്കോടതി വിധി പറഞ്ഞതുമാണ്. എന്നാൽ അതിനുശേഷം പിന്നീട് CBI സുപ്രീം കോടതിയിലേക്ക് പോയി അപ്പീൽ നൽകിയതിനു ശേഷം നാളിതുവരെയും ഹൈക്കോടതിയിൽ കണ്ടെത്തിയതിന് അല്ലെങ്കിൽ CBI കണ്ടെത്തിയതിന് അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു തെളിവുകൾ ഈ CBIക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? സുപ്രീം കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോഴും CBI സുപ്രീം കോടതിയിലും EDയും ഈ കേസിൽ ഒളിച്ചുകളി നടത്തുന്നത് എന്തുകൊണ്ടാണ്? PR സുനിൽ. അരുൺ, പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരിക്കെയാണല്ലോ ഈ SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. പന്നിയാർ, ചെങ്കുളം, പള്ളിവാസൽ വൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിനായി കനേഡിയൻ കമ്പനിക്ക് കരാർ നൽകിയതിലൂടെ 300 കോടി രൂപയിലധികം രൂപയുടെ നഷ്ടം സംസ്ഥാന ഖജനാവിന് ഉണ്ടായി എന്നതാണ് ഈ SNC ലാവ്ലിൻ എന്ന് പറയുന്ന കേസ്. ഈ കേസ് നേരത്തെ വിജിലൻസ് അന്വേഷിച്ചതാണ്. പിന്നീട് ആ കേസിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന് പിന്നാലെയാണ് കേസ് CBIക്ക് വിടുന്നത് സംസ്ഥാന സർക്കാർ. ഏതായാലും ഈ കേസിൽ 2013 CBI കോടതി ഈ കേസിൽ തെളിവില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് 9ാം പ്രതിയായിരുന്നു പിണറായി വിജയൻ. ഈ കേസിൽ എല്ലാ പ്രതികളെയും CBI കോടതി വെറുതെ വിടുകയാണ് ചെയ്തത്. പിന്നീട് ആ കേസ് പരിഗണിച്ച കേരള ഹൈക്കോടതി 2017 പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നിരവധി പേരെ വെറുതെ വിട്ട CBI കോടതി ശരിവെച്ച് വിധി പുറപ്പെടുവിച്ചതിനൊപ്പം തന്നെ ഈ കേസിൽ ഉദ്യോഗസ്ഥരായിരുന്ന കസ്തൂരി രംഗ അയ്യർ, KG രാജശേഖരൻ, R ശിവദാസൻ എന്നിവർ വിചാരണ നേരിടണം എന്ന് ഹൈക്കോടതി വിധിച്ചു. അപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ അന്ന് കേരള ഹൈക്കോടതി ഈ കേസിൽ കുറ്റവിമുക്തരാക്കിയതാണ്. അതേസമയം ഈ കേസിൽ പിന്നീട് 2017 കസ്തൂരി രംഗ അയ്യരാണ് സുപ്രീം കോടതിയിൽ ആദ്യമായി എത്തുന്നത്. അന്ന് ഈ കേസ് സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ ഞാൻ ആ കോടതി മുറിയിലുണ്ടായിരുന്നു. അന്ന് സുപ്രീം കോടതി കസ്തൂരി രംഗ അയ്യരുടെ അഭിഭാഷകരോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ കേസിൽ CBI സുപ്രീം കോടതിയിലേക്ക് എത്താത്തത് എന്നതാണ്. പിന്നീട് CBIയുടെ അഭിഭാഷകരെ വിളിച്ചു വരുത്തുന്നു. അടുത്ത തവണ CBIയുടെ കേസിൽ ഹർജി നൽകുന്നുണ്ടോ എന്ന് കോടതി ചോദിക്കുകയാണ്. അങ്ങനെ സുപ്രീം കോടതി ആവശ്യപ്പെട്ട ശേഷമാണ് ഈ കേസിൽ CBI ഹർജി തന്നെ നൽകുന്നത്. പിന്നീട് ഒരുപാട് തവണ ഈ കേസ് സുപ്രീം കോടതിയിലൂടെ കടന്നുപോയി. ഒരിക്കൽ ജസ്റ്റിസ് NV രമണയുടെ ബെഞ്ചിൽ ഈ കേസ് പരിഗണനയ്ക്ക് വന്നപ്പോൾ ജസ്റ്റിസ് NV രമണ ചൂണ്ടിക്കാണിച്ചൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കേരള ഹൈക്കോടതി വളരെ വിശദമായി പരിശോധിച്ചുകൊണ്ടാണ് ഈ കേസിൽ വിധി പറഞ്ഞത്. അതിനു മുൻപ് CBI കോടതി, വിചാരണ കോടതിയും വളരെ വിശദമായി ഈ കേസ് പരിഗണിച്ചതാണ്. അതിനപ്പുറത്തേക്ക് CBIക്ക് ഈ കേസിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അത് പറയാനുണ്ടെങ്കിൽ അക്കാര്യം രേഖാമൂലം എഴുതി നൽകണം എന്ന് ജസ്റ്റിസ് NV രമണ CBIയുടെ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ കാലം ഇത്രയുമായിട്ടും ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു മറുപടി CBI ഇതുവരെ സുപ്രീം കോടതിയിൽ നൽകിയിട്ടില്ല. ഏതാണ്ട് 37 തവണയാണ് CBI ഈ SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ മാറിപ്പോയത്, മാറ്റിവെച്ചത്. ഏറ്റവും അധികം തവണ ഈ കേസ് മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടത് CBI ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ രാഷ്ട്രീയ നേതാക്കളുടെ ജീവിതത്തിൽ അവരെ വേട്ടയാടുന്ന ഇത്തരം കേസുകൾ തീർപ്പാക്കാതെ ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം തീർച്ചയായും നീതി നിർവഹണ സംവിധാനത്തിലെ വലിയ പോരായ്മയാണ്. പ്രോസസ് ഈസ് പണിഷ്മെന്റ് എന്നാണ്. നിയമ നടപടി തന്നെ ശിക്ഷാവിധിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ 2013 CBI കോടതി വെറുതെ വിട്ടു പിണറായി വിജയനെയും 3 പേരെയും. 2017 ഹൈക്കോടതി ആ വിധി ശരിവെച്ചുകൊണ്ട് ആ വിധി ശരിയാണ് എന്നുള്ളത് തീർപ്പാക്കി. അതിനെതിരെ CBI 2017 സുപ്രീം കോടതിയിലേക്ക് പോയി. ED 2006 കൊടുത്ത ക്രൈം നന്ദകുമാറിന്റെ പരാതിയിൽ 2021 തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കേസെടുക്കുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. CBI കോടതിയും ഹൈക്കോടതിയും വെറുതെ വിട്ട കേസിലാണ് ഇപ്പോൾ ED 2 വർഷം മുമ്പ് ഒരു നോട്ടീസ് അയച്ചു എന്നുള്ളൊരു വാർത്ത ചില മാധ്യമങ്ങൾ വാർത്തയാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിയത്. ഒടുവിൽ അത് നനഞ്ഞ പടക്കമായി പോയി എന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതും.